ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ്. ഞങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും സേഫായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് ഞായറാഴ്ചത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകാനായിട്ട് 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ, മഴ തോരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. കുറച്ച് നേരം ഇരുന്നപ്പോൾ പോലും മഴയ്ക്കൊരു ശമനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പള്ളിയിലും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മഴയൊക്കെ അല്ലേ, ഞങ്ങൾ വീണ്ടും പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹെബി ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. പിന്നീട് ഒരു 8:15 ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് അലാറം വെച്ചിട്ട് എഴുന്നേറ്റ് കേട്ടോ. കാരണം 8:30 മണിക്കാണ് ഫസ്റ്റ് നമുക്ക് വാട്ടർ കുടിക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 8:15 ആയപ്പോഴത്തേക്ക് അലാറം വെച്ചിട്ട് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ നിന്ന് വെള്ളം കുടിച്ച സമയത്ത് അതിനകത്തൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ പട്ടയും ജീരകമൊക്കെ ഇട്ടാണ് ഞാൻ തിളപ്പിക്കുന്നത്. ഇന്നൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ചൂടുവെള്ളം കുടിച്ചു കേട്ടോ. ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി ഞാൻ മുട്ടയാണ് കഴിച്ചത്. എനിക്ക് ആദ്യമേ തന്നെ പാല് കാച്ചി വെച്ച് മാറ്റിയതിന് ശേഷമാണ് ചേട്ടന് ചായ ഇട്ടത്. ചേട്ടന് പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചായയൊക്കെ ഇട്ടത്. അപ്പോൾ എനിക്കിതാ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനിരുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകാത്തതിൻ്റെ ഒരു വിഷമം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ടി വി തന്നെ കുർബാന ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കേട്ടായിരുന്നു ജോലിയൊക്കെ ചെയ്തത് കേട്ടോ. കണ്ടു നിൽക്കാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും കേൾക്കാമല്ലോ, പ്രാർത്ഥിച്ചൊക്കെ നിന്നാണ് അടുക്കളയിലെ ജോലിയെല്ലാം ചെയ്ത് തീർത്തുകൊണ്ട് നിന്നത്. രാവിലത്തെ ഫുഡ് കഴിക്കണം, പിന്നെ ഉച്ചത്തേക്ക് വെക്കണം. ഞാനിപ്പോൾ ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ അതനുസരിച്ചുള്ള ഫുഡാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പുട്ടും കറിയും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ, 9 മണിയാകുമ്പോഴത്തേക്ക് അതും ആവും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പുട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ ഈ ഗോതമ്പ് മാവ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച ദിവസവും ചേട്ടൻ ജോലിക്ക് പോകുന്ന ദിവസമൊക്കെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഫുഡും ഉണ്ടാക്കാൻ പറ്റില്ല. ജോലിക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും വയറ്റിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും ചേട്ടന്. അതായത് നമ്മൾ ഈ എരിച്ചിലൊക്കെ വരും, നെഞ്ചെരിച്ചിലായിരുന്നാലും വരും കേട്ടോ. ഗോതമ്പിൽ ആഹാരം, പ്രത്യേകിച്ച് പുട്ട് കഴിച്ചിട്ട് പോകുമ്പോൾ. മറ്റേ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പുട്ട് കഴിച്ചിട്ട് പോകുമ്പോൾ നെഞ്ചെരിച്ചിലോ വയറിനൊക്കെ ഒരു എരിച്ചിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന സമയത്തൊന്നും ഈ വക ആഹാരങ്ങളൊന്നും വെക്കാറില്ല. എന്തായാലും ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഒരു വെയിറ്റ് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാൻ 68.85 ഉണ്ട് കേട്ടോ. ഇപ്പോൾ 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് 70 കിലോ ആയിരുന്നു ഞാനിത് ഇപ്പോൾ ഈ ഡയറ്റ് നോക്കുന്നതിന് തൊട്ട് മുന്നേ പോയി നോക്കിയ സമയത്ത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചേട്ടൻ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ആ സമയം കൊണ്ട് അടുക്കളയിലെ ജോലിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അതായത് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസം തന്നെ എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഓരോന്നിട്ട് ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാം കൊണ്ട് വെറുതെ എന്തിനാണ് അവിടെ കൊണ്ടുവച്ച് ചീത്തയാവുന്നത്, അതിനേക്കാൾ ഇവിടെ നിന്ന് തന്നെ എല്ലാം ഓരോന്നോരോന്നിട്ട് എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇതാ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരിയും ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ അടുപ്പിലല്ല വയ്ക്കുന്നത്, മറ്റേ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ ഞാൻ കലത്തിലാണ് വയ്ക്കുന്നത്. പെട്ടെന്ന് വേവും കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം തിളച്ചതിന് ശേഷമാണ് അരി ഇടുന്നത്. അരി ഇട്ട ഉടൻ തന്നെ ഒരു 5 മിനിറ്റ് പോലും ആകണ്ട, ഒന്ന് തിള വരുമ്പോഴത്തേക്കും തന്നെ വീണ്ടും ഞാൻ ഓഫ് ചെയ്ത് വെക്കും. ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും ചോറ് നന്നായിട്ട് വെന്തിരിക്കും കേട്ടോ. ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫുഡൊക്കെ വെക്കുന്നത്. മറ്റേ സാധാരണ അരി വാങ്ങിക്കുന്ന സമയത്ത് അടുപ്പത്ത് വെച്ച് വെക്കും. ചില സമയത്ത് രാത്രി തിളപ്പിച്ച് ജാക്സിൽ ഇറക്കി വെച്ചിട്ട് പിറ്റേന്ന് അടുപ്പിലിട്ട് വെക്കും. നമുക്ക് വിറക് ലാഭിക്കാൻ അങ്ങനെയും ചെയ്യാം. വിറവായിരുന്നാലും സമയമായിരുന്നാലും ഇതൊക്കെ ലാഭത്തിന് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ വീട്ടിലോട്ടൊന്ന് ഫോൺ വിളിച്ചു. പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കിടക്കുകയായിരുന്നു എബി. എന്നാലും ഞാൻ വിളിച്ച സമയത്തൊന്ന് എഴുന്നേറ്റിരുന്നു, ഫോണൊക്കെ വിളിച്ചു, അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത ആഴ്ച വിളിക്കാൻ പോകണമല്ലോ, അതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞായറാഴ്ച വരുന്നുണ്ടെന്നാണ് പറയുന്നത് എൻ്റെ അടുത്ത്. അപ്പോൾ അവനും വരട്ടെ എന്ന് വിചാരിച്ചു. ഇനി അവൻ്റെ മുറികളൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ മിക്കും മിലുവും ഒക്കെ വന്നിട്ട് നല്ല ഉറക്കമാണ്. ആ മിക്കുവിനെ ഇതാ കുളിപ്പിച്ച് 5 കൊണ്ടുപോകണം. മിലു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം വിളിച്ചു. പിന്നെ ഞാൻ ഫുഡെല്ലാം ആക്കി കേട്ടോ. അവിയലും ചിക്കൻ കറിയും തോരനൊക്കെ ഉണ്ട്. അപ്പോൾ തോരൻ തലേദിവസത്തെ തോരൻ കുറച്ച് ഉണ്ടായിരുന്നു, ഞാൻ അതാണ് ചൂടാക്കി എടുത്തത് കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു, അതും കുട്ടിക്ക് ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ ആ മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന് വേണ്ടിയിട്ട്. രാവിലെ ഒരെണ്ണം, രാത്രി ഒരെണ്ണം, 2 മാമ്പഴം ഉണ്ടായിരുന്നു. അത് കുട്ടി കഴിച്ചു കേട്ടോ. പിന്നീട് ബീനയുടെ വീട്ടിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ കോളൊക്കെ വിളിച്ചു.
അതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയി കേട്ടോ. ഇനിയിപ്പോൾ കുടുംബശ്രീക്കൊക്കെ പോകണം, അതിന് വേണ്ടിയിട്ട് കുളിക്കാനായിട്ട് പോയി. കുളിച്ച് വന്നോളം തന്നെ അടുത്ത് ഞാൻ ചായ ഇട്ടിട്ട്, അപ്പോൾ 4 മണിക്ക് ചായ കുടിക്കണം. അപ്പോൾ ഡയറ്റിൻ്റെ ടൈമായി, അതിൻ്റെ ഫുഡ് എടുക്കുന്ന ടൈമായി. അതുകൊണ്ട് 4 മണിക്കുള്ള ചായയാണ്. ഇപ്പോൾ ചേട്ടനും ഞാനിപ്പോൾ 4 മണിക്ക് ചായ കുടിക്കുന്നത് കൊണ്ട് തന്നെ ചേട്ടനും 4 മണിക്ക് തന്നെ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നീട് രാത്രി വരെയുള്ള വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ കുടുംബശ്രീക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ദിവസമായി ഈ ഒരു നൈറ്റി എടുത്തിട്ടിട്ട് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു നൈറ്റി, വേറെ ഞാൻ ഫ്രോക്ക് നൈറ്റി എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്, പക്ഷേ ഈ ഒരു നൈറ്റി ആയിപ്പോൾ. ഇത് കുറേ ദിവസമായി ഞാൻ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് എനിക്ക് സ്നാക്സായിട്ട് ബദാമായിരുന്നു കേട്ടോ. അപ്പോൾ 10 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലെ 5 വൈകുന്നേരത്ത് 5 കഴിക്കേണ്ടത്. അഥവാ അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ 10 ഒരു നേരം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വൈകുന്നേരം ചായ കുടിക്കുകയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുടുംബശ്രീക്കൊക്കെ പോയതിന് ശേഷം വീട്ടിലോട്ട് വന്ന സമയത്ത് നമുക്ക് ഡെയിലി ഇപ്പം സാരിയും ചുരിദാറും കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ കൊണ്ടുവരുന്ന ഒരു ആൻറ്റി ഉണ്ട് കേട്ടോ, സലീല ആൻറ്റി. അപ്പോൾ ആൻറ്റി ഇതാ നൈറ്റിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അശ്വിനിക്ക് 2 നൈറ്റിയൊക്കെ എടുക്കാനുണ്ടായിരുന്നു, വേറെ എനിക്ക് 2 ടോപ്പൊക്കെ എടുക്കാനുണ്ടായിരുന്നു. നമ്മളതെല്ലാം എടുത്തു. അതിനുശേഷം അവരെല്ലാവരും വീട്ടിലൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിച്ചതിന് ശേഷം വീട്ടിലോട്ടൊന്ന് വീഡിയോ കോൾ വിളിച്ചു കേട്ടോ. അപ്പോൾ 5 മില്ലുവിന് വേണ്ടിയിട്ട് മാമോദീസയ്ക്ക് തച്ച ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ലൊരു ഡ്രസ്സ് തച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വർക്ക് അവൾ ചെയ്തതാണ് കേട്ടോ. അവളിപ്പോൾ ഇത് ആരി വർക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവൾ പഠിച്ച ഡിസൈൻ തന്നെയാണ് അവൾക്ക് ഡ്രസ്സിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവൾ അതിനെപ്പറ്റി പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ അമ്മയും കുഞ്ഞമ്മയും മിലുവും മിക്കുവും എബിയും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വീഡിയോ കോൾ വിളിച്ച് കണ്ടു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കി. ഇനി നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു കല്യാണം വരുന്നുണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഡ്രസ്സ് തച്ചതെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷം. പിന്നെ പള്ളിയിൽ പോകാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാവരുടെയും സാഹചര്യങ്ങളൊന്നും എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് ഓരോരോ സാഹചര്യങ്ങളും മാറിയും തിരിഞ്ഞുമൊക്കെ വരും. അങ്ങനെ പറ്റിപ്പോയതാണ് കേട്ടോ. മഴ കാരണം ഇന്ന് പള്ളിയിലോട്ടും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എങ്ങനെയെന്നുള്ള കാര്യം അറിയത്തുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നൊരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സുഖമായും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുക. നിങ്ങളെല്ലാവരുടെ സുഖമായും സന്തോഷമായിട്ടും സേഫുമായിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.